ഈ കറുത്തിരുണ്ട നിത്യതയിലേക്ക് തുറക്കപ്പെടുന്ന വാതിലാണ് മരണമെങ്കിൽ ശാസ്ത്രീയമായിട്ട് അതിന് വല്ല പിൻബലമുണ്ടോ? പിൻബലമുണ്ട്. ശാസ്ത്രീയമായിട്ടുള്ള ധാരാളം പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. തനാറ്റോളജി എന്നാണ് ഈ ശാസ്ത്രശാഖയ്ക്ക് പേര്. വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ ഡെത്ത്? ഈസ് ദെയർ എ കണ്ടിന്യൂവേഷൻ ആഫ്റ്റർ ദിസ് ഫിസിക്കൽ ഡെത്ത്? ഫ്രം ദ ഫിസിക്കൽ വേൾഡ് ഡസ് a man go to another world which goes beyond physicality? ഇതൊക്കെയാണ് ഇതിൻ്റെ ചോദ്യങ്ങൾ. അപ്പോൾ അങ്ങനെയുള്ള കുറേ പഠനങ്ങളൊക്കെ നടത്തപ്പെട്ടിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ള പഠനം. വില്യം ബാരറ്റിൻ്റെ മരണക്കിടക്കയിലെ അനുഭവങ്ങൾ എന്ന പഴയകാല പുസ്തകം, അത് മരണക്കിടക്കയിൽ ആളുകൾ അനുഭവിച്ചിട്ടുള്ള അതീന്ദ്രിയമായ അനുഭവക്കുറിപ്പുകളാണ്. വളരെ രസകരമായ പല കാര്യങ്ങൾ അതിൽ വിവരിച്ചിട്ടുണ്ട്. അതായത് ബ്രെയിൻ ഡെത്ത് സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ആളുകൾ അത്ഭുതകരമായിട്ട് ജീവിതത്തിലേക്ക് തിരികെ വരുന്ന അനുഭവം അങ്ങനെ ഉണ്ടാവാം. ലക്ഷങ്ങളിൽ ഒരാൾക്ക്, അതായത് നിങ്ങൾ 1,00,000 ആളുകൾ എടുത്ത് നോക്കിയാൽ ഒരാൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവാം. അതിനാണ് നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതി, പക്ഷെ അത്ഭുതകരമായിട്ട് ശാസ്ത്രത്തെ വെല്ലുവിളിച്ചുകൊണ്ടോ ശാസ്ത്രത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടോ നിങ്ങൾ ജീവിതത്തിലേക്ക് തിരികെ വരികയാണ്. അങ്ങനെയുള്ള നിയർ ഡെത്ത് എക്സ്പീരിയൻസ് അനുഭവമുള്ള ആളുകളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഒരുപാട് പുസ്തകങ്ങൾ രചിക്കപ്പെട്ടിട്ടുണ്ട്. അതിലെ പയനിയേഴ്സ് എന്ന് പറയാവുന്നത് ഡോക്ടർ റെയ്മണ്ട് മൂഡി, ഡോക്ടർ കുബ്ലർ റോസ്, അവരാണ്. ഇവർ രണ്ടുപേരാണ് പയനിയേഴ്സ്. ലൈഫ് ആഫ്റ്റർ ലൈഫ് എന്ന പേരുള്ള അതിസുന്ദരമായ പുസ്തകമുണ്ട്. അതിലെന്താണ് വിവരിക്കുന്നത്? അതിൽ വിവരിക്കപ്പെടുന്ന കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. അതൊന്ന് നമുക്ക് ശ്രദ്ധിച്ചെന്ന് കേൾക്കാം. ഒരാൾ മരിച്ചു എന്ന് ഡോക്ടർമാർ വിധി എഴുതുന്നു. നിയർ ഡെത്ത് എക്സ്പീരിയൻസ്. ആദ്യത്തെ അനുഭവം എന്താണ്? ഇവർ പറയുന്നത് അവരുടെ ശരീരത്തിൽ നിന്ന് എഴുന്നേൽക്കുന്ന പോലെ ഒരു അനുഭവം. അതായത് അവരുടെ സോ കോൾഡ് ഡെഡ് ബോഡി അവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ അവർ ആ ബോഡി വിട്ട് ബോഡിക്കതീതമായ ഒരു ശരീരത്തോടു കൂടി എഴുന്നേൽക്കുകയാണ്. അവർ നോക്കുമ്പോൾ ബന്ധുക്കളൊക്കെ കരയുന്നുണ്ട്, അവരെ ആശ്വസിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ ശരീരമെന്ന മീഡിയം ഇല്ലാത്തതുകൊണ്ട് ആരെയും തൊടാനോ തലോടാനോ ആശ്വസിപ്പിക്കാനോ പറ്റുന്നില്ല. ആ ഒരവസ്ഥ. രണ്ടാമതായിട്ട് പെട്ടെന്നൊരു വിചിത്ര സ്വരം. ഭൂരിഭാഗം ആളുകളും വളരെ സംഗീതാത്മകമായിട്ടുള്ള സ്വരമാണ് കേട്ടിട്ടുള്ളത്. അതായത് ഭൂമിയിൽ പരിചിതമല്ലാത്ത വിധത്തിലുള്ള സംഗീത സാന്ദ്രമായ ശ്രവണ സുഖമുള്ള ഒരു സ്വരം. ചുരുക്കം ചില ആളുകൾ ചങ്ങലയുടെ സ്വരമൊക്കെ കേട്ടിട്ടുണ്ട്. ഭൂരിഭാഗം ആളുകളും ഈ സുന്ദരമായ പാട്ടനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. പെട്ടെന്ന് ഒരു കാറ്റിൽ പെട്ടതുപോലെ, സുഖമുള്ള കാറ്റെന്നാണ് പറയുന്നത്, സുഖമുള്ള കാറ്റെടുക്കപ്പെട്ട പോലെ അവർ ഉയർന്നു പോവുകയാണ്. ഈ അപ്പുപ്പം താഴെ കണക്കെ അവരിങ്ങനെ പറന്ന് പറന്നങ്ങ് പോവുകയാണ്. പറന്നു പോകുമ്പോൾ അവർക്ക് ഭൂമിയിലെ കാഴ്ചകളൊക്കെ കാണാം. അവരിപ്പോൾ ആകാശത്തിൻ്റെ അങ്ങേച്ചെരുവിൽ കാറ്റിൻ്റെ ചിറകിൽ സഞ്ചരിക്കുന്നവരെ പോലെയാണ്. അങ്ങനെ പോകുന്നതിനിടയിൽ അവർ വലിയ ആനന്ദം അനുഭവിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ പാട്ട് ചിറകുമുളപ്പിച്ച് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. അവരുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ട്, പറഞ്ഞറിയിക്കാനാവാത്ത, വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത സന്തോഷം. ഇനി ഇടയ്ക്ക് അവർ മരിച്ചുപോയ ബന്ധുക്കളെ കണ്ടുമുട്ടുന്നു. എ ഹാപ്പി റീയൂണിയൻ, ഹോം കമ്മിങ് അനുഭവമാണ്. പല ആളുകളെയും മരിച്ചതിന് ശേഷം ഒരിക്കലും കണ്ടെത്തുമെന്ന് കരുതാത്ത ആളുകളെയൊക്കെ കണ്ടെത്തുകയാണ്. അവരെയൊക്കെ കണ്ടെത്തുമ്പോൾ വല്ലാത്തൊരു ഹാപ്പിനെസ്. പിന്നെ എല്ലാവരും തന്നെ ഒരു വലിയ റേഡിയേറ്റിംഗ് ലൈറ്റിന് മുമ്പിൽ എത്തി നിൽക്കുന്ന അനുഭവം ഉള്ളവരായി മാറി. പ്രശാന്തതയുള്ള സൗമ്യ സ്വച്ഛ സാന്ദ്ര സാന്നിധ്യമേകുന്ന ഒരു ലൈറ്റ്. ചിലരതിനെ ജീസസ് എന്ന് വിളിക്കുന്നു, ചിലരതിനെ ഏഞ്ചൽ എന്ന് പറയുന്നു, ഗ്രേറ്റ് പവർ എന്ന് വിളിക്കുന്നു. ഏതായാലും അങ്ങനത്തെ ഒരു പവറിന് മുമ്പിൽ അവർ വന്ന് നിൽക്കുന്നു. ലൈറ്റ് കരുണയോടുകൂടി ഇവർ നോക്കിക്കാണുകയാണ്. ലൈറ്റ് അവരോട് പറയുന്നത്, ഇവാലുവേറ്റ് യുവർ ലൈഫ്, നിങ്ങളുടെ ജീവിതം ഒന്ന് വിലയിരുത്തുക. പെട്ടെന്ന് അവരുടെ ഇതുവഴിയുള്ള നാൾ വഴികൾ, ജീവിതത്തിൻ്റെ നാൾ വഴികൾ ഓരോന്നായിട്ട് അവരുടെ മുമ്പിൽ തുറക്കപ്പെടുകയാണ്. ചില നേരങ്ങളിൽ ഇവർ കരഞ്ഞുപോയി, ജീവിതത്തിൻ്റെ വല്ലായ്മകളോർത്ത്, പൊള്ളത്തരങ്ങളോർത്ത്, വീഴ്ചകളോർത്ത്. ചില നേരങ്ങളിൽ ഇവർ കുറ്റബോധം കൊണ്ട് പിടഞ്ഞു, നീറി, എരിഞ്ഞു.
ചില നേരങ്ങൾ അവർ സന്തോഷിച്ചു. ഇങ്ങനെ ജീവിതം മൊത്തത്തിൽ ഒരു സിനിമ കാണുന്ന പോലെ അവർ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കരുണാർദ്രതയോടുകൂടി ദൈവം അവരെ ഒരു തരത്തിലും വിഷമിപ്പിക്കുന്നില്ല. എല്ലാം കാണുവാനും കേൾക്കുവാനും അനുവദിച്ചുകൊണ്ട് ദൈവം അങ്ങനെ നിൽക്കുകയാണ്. ഇത്രയും അനുഭവങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ദൈവം പറയുന്നു, ഇറ്റ്സ് നോട്ട് എ ടൈം ഫോർ യു, നിങ്ങൾക്ക് സമയമൊന്നുമായിട്ടില്ല, മടങ്ങി പോവുക. ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെട്ട എല്ലാ ആളുകളും പറയുന്നത് അവർക്ക് ആ വാർത്തയാണ് ഏറ്റവും സങ്കടകരമായത്, മടങ്ങി പോകണമെന്നുള്ള വാർത്ത. ആരും മടങ്ങി വരാൻ ആഗ്രഹിച്ചില്ല. അത്രയ്ക്ക് സന്തോഷമുള്ള, അത്രയ്ക്ക് ഹൃദയത്തെ തൊടുന്ന, അത്രയ്ക്ക് സംഗീതമയമായ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വരാൻ ആർക്കാണ് താല്പര്യം? വെട്ടത്തിൻ്റെ ആ ലോകം വിട്ട് അവർ സങ്കടത്തോടുകൂടി മടക്കയാത്ര നടത്തുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ലക്ഷങ്ങളിൽ ഒരാൾക്കാണ് ഇങ്ങനെ അനുഭവം ഉണ്ടാകുക. ഇങ്ങനെ ലക്ഷങ്ങളിൽ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് ഉണ്ടായ ഒരാളെ എനിക്ക് പരിചയമുണ്ട്. വ്യക്തിപരമായിട്ട് വളരെ അടുത്ത പരിചയമുള്ള നല്ലൊരു ചങ്ങാതിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം മരിച്ചു. പക്ഷേ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹത്തിൻ്റെ ഡെത്ത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്. എറണാകുളത്തുള്ള പ്രമുഖമായൊരു ആശുപത്രിയിൽ മരിച്ചുവെന്ന് ഡിക്ലെയർ ചെയ്യപ്പെട്ടു. ഇനി അദ്ദേഹം പറയുന്നത് അതിനുശേഷം ഈ നേരത്തെ പറഞ്ഞ വിധത്തിലുള്ള അനുഭവം അദ്ദേഹത്തിനുണ്ടാകുകയാണ്. ശരീരത്തിൽ നിന്ന് എഴുന്നേക്കുന്നൊരു അനുഭവം. പിന്നെ ആശുപത്രിയുടെ ഭിത്തി തുരന്ന് ഏതോ ഒരു കാറ്റിൽ അദ്ദേഹം പുറത്തേക്ക് പോവുകയാണ്. ആരോ ശക്തമായിട്ട് എറിയുന്നത് പോലൊരു ഫീലാണ്. പേടിയൊന്നുമല്ല, സന്തോഷകരമായ അഡ്വഞ്ചറസ് ആയിട്ടുള്ളൊരു യാത്രയെന്നാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. അതോടൊപ്പം അദ്ദേഹവും വളരെ സുന്ദരമായിട്ടുള്ള പാട്ട്, പറഞ്ഞറിയിക്കാനാവാത്ത ഭാഷയിലുള്ള പാട്ട് കേട്ടു എന്നാണ് പറയുന്നത്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ താഴെ വാഹനങ്ങൾ പോകുന്നതും മറ്റും അദ്ദേഹം കാണുന്നുണ്ട്. പക്ഷേ ആ യാത്ര ഒരു ഉല്ലാസയാത്രയാണ്, സന്തോഷത്തിൻ്റെ യാത്രയാണ്. അത്രയുമായപ്പോൾ പെട്ടെന്ന് എതിർദിശയിലേക്കൊരു കാറ്റ്. സമയമായിട്ടില്ലെന്ന് ആരോ ഉള്ളിൽ പറയുന്നു. ആ പുതിയ കാറ്റിൻ്റെ വേഗത്തിൽ അദ്ദേഹം ആ ആശുപത്രിയിലേക്ക് വീണ്ടും എടുക്കപ്പെടുന്നു. ബെഡിൽ വന്ന് വീണ്ടും വീഴുന്നു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് വല്ലാത്ത സങ്കടവും ദേഷ്യവും എല്ലാം വന്ന് ഈ ശരീരത്തിലേക്ക് വീണതിന് ശേഷം അടുത്തു നിന്നൊരു ഡോക്ടറെ പിടിച്ചൊരു ചവിട്ടി എന്നൊക്കെ പറയുന്നു. ഞാൻ ഈ ഡോക്ടറുമായിട്ട് സംസാരിച്ചു. അവർ പറഞ്ഞു ഇതെല്ലാം പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. ദേഷ്യത്തോടു കൂടി ചവിട്ടി എന്നൊക്കെ പറയുന്നതും സത്യമാണ്. ഇതെല്ലാം സംഭവിച്ചിട്ടുണ്ട്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ ശാസ്ത്രത്തിന് നിരക്കാത്ത, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളാണ്. അതുകൊണ്ടാണല്ലോ തനാറ്റോളജി എന്നൊരു ശാസ്ത്രശാഖ തന്നെ മരണത്തിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് പഠിക്കുവാൻ വേണ്ടി നിശ്ചയിക്കപ്പെട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത്. ഡോക്ടർ ഡങ്കൻ, ഡോക്ടർ വാൾട്ടേഴ്സ്, ഇത് രണ്ടുപേരും ഈ തനാറ്റോളജിയിൽ വളരെ രസകരമായ പഠനങ്ങൾ നടത്തിയിട്ടുള്ളവരാണ്. ആദ്യത്തെയാൾ പറഞ്ഞത്, ഒരാൾ മരിക്കുമ്പോൾ പെട്ടെന്ന് അയാളുടെ ശരീരത്തിൽ നിന്നും അല്പം ഭാരക്കുറവ് ഉണ്ടാകുന്നുണ്ട്. അതായത് ശരീരത്തിൽ എന്തൊക്കെയോ നഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ വിശ്വാസം അനുസരിച്ച് ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിക്കപ്പെടുന്നു. വീണ്ടും ഡോക്ടർ വാൾട്ടേഴ്സ് പറയുന്നത്, ഒരാൾ മരിച്ചു കഴിയുമ്പോൾ ഒരു വാതക ശരീരം രൂപപ്പെടുന്നുണ്ട്. അയാളുടെ സാധാരണ ശരീരത്തിനപ്പുറത്തേക്കുള്ളൊരു വാതക ശരീരം. ഈ വാതക ശരീരം എന്നൊക്കെ പറയുന്നത് നമ്മൾ ആത്മാവിൻ്റെ സാന്നിധ്യത്തിലേക്കുള്ള വിരൽ ചൂണ്ടലായിട്ട് മാറുന്നില്ലേ? ആലോചിച്ച് നോക്കുക. അപ്പോൾ നമ്മളെല്ലാവരും ശരീരത്തിൽ കുടുങ്ങി, ശരീരത്തിൽ തുടങ്ങി, ശരീരത്തിൽ ഒടുങ്ങേണ്ടവരല്ല, ശരീരത്തിനപ്പുറത്തേക്ക് പോകേണ്ടവരാണ്. നിത്യതയിലേക്കുള്ള ഏതൊരു മഹാപ്രയാണത്തിലെ അംഗങ്ങൾ മാത്രമാണ് നമ്മളെന്ന് എന്തെങ്കിലും നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? തിരിച്ചറിഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ എന്താണ് അർത്ഥമുള്ളത്? അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാണുന്നത് മാത്രം വിശ്വസിക്കൂ എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? കാണാത്തത് വിശ്വസിക്കുമ്പോൾ ചിലപ്പോൾ ജീവിതത്തിന് കുറച്ചും കൂടി അർത്ഥ സാന്ദ്രതയൊക്കെ കൈവരില്ലേ? ഒരു സന്യാസി മരണക്കിടക്കയിലാണ്. സന്യാസിമാരുടെ അന്ത്യമൊഴികൾ കുറിച്ചെടുക്കുക എന്നുള്ളത് ഒരു പാരമ്പര്യ രീതിയാണ്. കാരണം അയാളുടെ ജീവിതത്തിൻ്റെ ഉള്ളടക്കമാണ് അവസാന മൊഴി, മരണമൊഴി. അപ്പോൾ ഈ സന്യാസി മരിക്കാൻ കിടക്കുമ്പോൾ ശിഷ്യന്മാരെല്ലാവരും ചുറ്റിലോ നിൽക്കുന്നുണ്ട്. ഇയാൾ എന്തായിരിക്കും പറയാൻ പോവുക? അദ്ദേഹം വശ്യമായിട്ട് എല്ലാവരും നോക്കി പുഞ്ചിരിച്ചു. എന്നിട്ട് അടുത്ത് നിൽക്കുന്ന ശിഷ്യനോട് പറഞ്ഞു, ഒരു കഷ്ണം അപ്പം തരുമോ?
അവൻ അമ്പരന്ന് പോയി, എല്ലാവരും അമ്പരന്ന് പോയി. കാരണം അന്ത്യമൊഴി പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുകൾക്ക് ഇങ്ങനെയൊരു ചോദ്യമാണ്. ഒരു കഷ്ണം അപ്പം തരുമോ? അപ്പം തന്നെ അപ്പം കൊണ്ടുവന്ന് കൊടുത്തു. ആ അപ്പം അദ്ദേഹം കയ്യിലെടുത്തു, അപ്പം നോക്കി, മണത്തു, എന്നിട്ട് ഓരോ തരിയും ആസ്വദിച്ച് കഴിക്കുന്ന മട്ടിൽ അദ്ദേഹം അത് കഴിച്ചു, മുഴുവൻ കഴിച്ചു. അതിനുശേഷം വീണ്ടും അതിസുന്ദരമായ അഴകാഴങ്ങളുള്ളൊരു പുഞ്ചിരി. ആ ചിരിക്കൊടുവിൽ അദ്ദേഹം പറഞ്ഞു, അപ്പം വിശിഷ്ടമായിരിക്കുന്നു, വരാനിരിക്കുന്ന ലോകത്തിലെ അപ്പം ഇതിലും വിശിഷ്ടമായിരിക്കും, അതിവിശിഷ്ടം. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ സന്ദേശം. ആ സന്ദേശത്തിൻ്റെ പൊരുളെന്താണ്? ഈ ലോക ജീവിതത്തിലെ എല്ലാ ആനന്ദങ്ങളും നുകരുക. ഐസ്ക്രീം പോലെയാണ്, മെൽറ്റാകുന്നതിന് മുമ്പ് ജീവിതത്തെ ജീവിതമായി ആസ്വദിക്കുക. പക്ഷെ ഇവിടെ തീരുന്നില്ല, ഇവിടെ കുടുങ്ങുന്നില്ല, ഇവിടെ ഒടുങ്ങുന്നില്ല. അനശ്വരമായ അപ്പം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിട്ടുണ്ട്. വിരുന്ന് മേശയിൽ വിരുന്ന് നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ആ വിരുന്ന് കൂടി സ്വീകരിക്കുവാനായിട്ട് ഹൃദയമൊരുക്കുക. ഇതാണ് സന്ദേശം എന്ന് പറയുന്നത്. ഈ സന്ദേശം നിങ്ങളൊന്ന് ധ്യാനിച്ചു നോക്കുക എൻ്റെ പ്രിയപ്പെട്ടവരെ. കുറച്ചാളിവിടെ ജീവിച്ചതിന് ശേഷം നിങ്ങൾ മണ്ണോട് മണ്ണായി തീരും, പിന്നെ നിങ്ങൾ ഇല്ലാതായി തീരും, നിങ്ങളൊരു ബിഗ് സീറോ ആയി തീരും. അങ്ങനെയാണെങ്കിൽ ജീവിതത്തിന് എന്താ അർത്ഥമുള്ളത്? ജീവിതത്തിന് അർത്ഥം വരുന്നത് അനന്തമായ വെട്ടത്തിൻ്റെ പ്രയാണത്തിലെ ചെറു കണിക മാത്രമായി നിങ്ങൾ മാറുന്നു എന്നൊരു ബോധ്യത്തിൽ നിന്നല്ലേ? ആ ബോധ്യത്തെ ഒന്ന് ധ്യാനമാക്കാനായിട്ട് ശ്രമിച്ചു നോക്കുക. നമുക്കിനി എന്തെല്ലാം അനുഭവം, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് മരണത്തിനപ്പുറത്തേക്ക് ജീവിതമുണ്ടെന്നുള്ളതിൻ്റെ എന്തെന്ത് സാക്ഷ്യപത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഒരു സുഹൃത്തായ സിസ്റ്റർ, കന്യാസ്ത്രീ, അവരുടെ അനുഭവം പറയുകയാണ്. കേരളത്തിന് വെളിയിലൊരിടത്ത് കോൺവെൻറ്റിലാണ് അവർ. പെട്ടെന്ന് അവരെ കാണാനായിട്ട് വയസ്സായ അവരുടെ അപ്പനെത്തുന്നു. അപ്പൻ സ്വീകരണ മുറിയിലിരുന്ന് സംസാരിക്കുന്നു. അയാൾ പറയുന്നു, ഞാൻ മരിക്കും, അതിൽ നാളൊന്നുമില്ല, എൻ്റെ മൃതദേഹം ഇങ്ങനെയൊക്കെയാണ് സംസ്കരിക്കേണ്ടത്, സ്വത്തൊക്കെ ഇങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത്, വിൽപ്പത്രത്തെക്കുറിച്ചും എല്ലാം വാചാലമായിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇനി ഇദ്ദേഹം മരിച്ചതിന് ശേഷവും തുടരേണ്ട കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹൃദ്യമായ വ്യക്തമായ നല്ലൊരു സംഭാഷണം. അതിനുശേഷം അയാൾ പറയുന്നു, മോളെ, അവസാനത്തെ വണ്ടി വിട്ടുപോകും, അത് കിട്ടുന്നതിന് വേണ്ടി ഞാൻ പോവുകയാണ്, ഇപ്പം പോയില്ലെങ്കിൽ അവസാനത്തെ വണ്ടി കിട്ടില്ല, ദ ലാസ്റ്റ് ബസ്. അത്രയും പറഞ്ഞ് അദ്ദേഹം പുറത്തിറങ്ങുന്നു. പിന്നെ സിസ്റ്ററെ തന്നെ കാണുക അർദ്ധരാത്രിയിൽ പാർലർ മുറിയിൽ വെട്ടം പോലും ഇല്ലാത്ത ഇരുട്ടുമുറിയിൽ ഒറ്റയ്ക്കിരിക്കുന്നതാണ്. അപ്പോഴാണ് സിസ്റ്റർ മനസ്സിലാക്കിയത് ഇത്രയും നേരം കണ്ടത് സ്വപ്നമായിരുന്നു. പഴയ സ്വപ്നമാണോ? എല്ലാം യാഥാർത്ഥ്യം പോലെ. അവരങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഫോൺ ബെല്ലടിക്കുന്നു. വീട്ടിൽ നിന്നാണ്. അപ്പൻ മരിച്ചു. സ്വപ്ന ദർശനമുണ്ടായ സമയത്തൊക്കെ അപ്പൻ യഥാർത്ഥ സാന്നിധ്യമായിട്ട് ഇവിടെ വന്നതാണെന്ന് അവർ അപ്പോഴാണ് മനസ്സിലാക്കുക. നിങ്ങൾക്കിത് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. പക്ഷേ നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും അവിശ്വാസങ്ങൾക്കും അപ്പുറത്താണ് പലപ്പോഴും യാഥാർത്ഥ്യം. പേരിനോടൊപ്പം ഇൻഫൻറ്റ് ജീസസ് കൂട്ടിച്ചേർത്തിരുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടായിരുന്നു. തെരേസ ഓഫ് ഇൻഫൻറ്റ് ജീസസ് എന്നാണ് അവരുടെ പേര്. അവർ പള്ളിയിലിരുന്ന് പ്രാർത്ഥിക്കുന്നു. പ്രായമായ കന്യാസ്ത്രീയാണ്. പെട്ടെന്ന് അവർ വിളിച്ചു പറയുന്നു, ഇതാ ഉണ്ണീശോ വരുന്നു, കയ്യിൽ പന്തുണ്ടല്ലോ, ഇത് ചിരി കണ്ടില്ലേ? ഇത്രയൊക്കെ പറഞ്ഞ് അവർ 2 കൈ അങ്ങ് നീട്ടി അവർ മരിച്ചു. ഇതും കെട്ടുകഥയെന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ കെട്ടുകഥയ്ക്ക് അപ്പുറത്തേക്ക് പോകുന്ന കുറേ യാഥാർത്ഥ്യങ്ങളുണ്ട് ജീവിതത്തിൽ. മരണത്തിലേക്ക് അപ്പുറത്തേക്ക് നീളുന്ന ജീവിതത്തിൻ്റെ കഥകൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നിത്യതയെ സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ ഓരോരുത്തരും മാറണം. നമ്മൾ ഈ ലോകത്തിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നവരായതുകൊണ്ടാണ് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാക്കാൻ പോലും സാധിക്കാത്തത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വന്നവരൊക്കെ മടങ്ങിപ്പോണം, വന്നിടത്തേക്ക് മടങ്ങിപ്പോണം. ആ ഒരു ചിന്ത നമുക്ക് ഒരു സ്ട്രെങ്തായിട്ട് മാറട്ടെ.